അത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP, ഷേഖ് ഹസീനയുടെ നേരെ ഓപ്പോസിറ്റുള്ള പാർട്ടിയാണ്, പ്രതിപക്ഷ പാർട്ടിയാണ്. ഖാലിദ് ഹസിയയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അവൻ്റെ ആ പാർട്ടിയുടെ സെക്രട്ടറി മിർസ ഫക്രുൻ ഇസ്ലാം ആലംഗീർ, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഷേഖ് ഹസീനയെ ഇന്ത്യയിൽ നിന്ന് വിട്ടുതരണം. ഷേഖ് ഹസീന ഇന്ത്യയിൽ തുടരുന്നിടത്തോളം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വഷളാകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നൊന്ന് അദ്ദേഹം പറഞ്ഞത്, വീണ്ടും അധികാരത്തിലെത്തിയാൽ ഈ അദാനി, ഹസീനയുടെ ഭരണകാലത്ത് അദാനി ഗ്രൂപ്പുമായിട്ട് ഒപ്പിട്ട വൈദ്യുത കരാർ പുനഃപരിശോധിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ഈ ഹിന്ദുക്കൾക്കെതിരെ അവിടെ ആക്രമണമില്ല, പലതും ഊതി വീർപ്പിച്ചാണ്, അതിനകത്തെ കണക്കുകളൊക്കെ തെറ്റാണ്, പലതും രാഷ്ട്രീയമായിട്ടുള്ള വൈര്യത്തിൻ്റെ പേരിലുള്ള ആക്രമണങ്ങളാണ്, അല്ലാതെ മറ്റ് വേർതിരിവുകൾ, ജാതീയമായ മതപരമായ ആക്രമണമല്ല എന്ന് ഇങ്ങനെ 3 കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ. അദ്ദേഹം മാധ്യമങ്ങളെ വീട്ടിൽ കാണുമായിരുന്നു. കണ്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഷേഖ് ഹസീനയെ വിട്ടു തന്നില്ലെങ്കിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വഷളാകും. വഷളാകാൻ ഇനിയൊന്നുമില്ല, അത് വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അതിലിപ്പോൾ ഇദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ വഷളായാൽ നമുക്ക് വലിയ കുഴപ്പമാണെന്ന് തോന്നല്ലോ. അതെ, ഇല്ലേ, അതെ അതെ, ഇന്ത്യ നല്ലപോലെ ഒന്ന് ശ്വാസം പിടിച്ച് അകത്ത് കയറി പോകുന്നേ ഉള്ളൂ ബംഗ്ലാദേശ്. അപ്പം അങ്ങനൊന്നും പറയണ്ട. പിന്നെ നമ്മുടെ അയൽ രാജ്യമായതുകൊണ്ട് നമുക്ക് ഈ 4000 കിലോമീറ്റർ ചുറ്റോളം നിൽക്കുന്നതായതുകൊണ്ട് ഇത് മോശമായിട്ട് അയലോകക്കാരൻ ഗതികെട്ടവനാണെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണല്ലോ. ഡെയിലി വന്ന് കടം ചോദിക്കത്തില്ല. അവസാനം സമ്പന്നനായിട്ട് കിടന്നാൽ അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ രണ്ടുപേർക്കും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സഹായമാകുമല്ലോ എന്നുള്ളതേ ഉള്ളൂ ഇതിനകത്ത്. ഇപ്പം ഈ പറയുന്ന ഈ ബന്ധം കൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. ഈ ബന്ധം, ഇയാളുടെ ബന്ധം നമുക്ക് ബുദ്ധിമുട്ടേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ബന്ധം വഷളാവുമെന്ന് പറഞ്ഞാൽ നമുക്ക് വഷളാവുന്നത് നേരെയാക്കണമെന്ന് ഇന്ത്യക്ക് ഇപ്പോൾ താല്പര്യമൊന്നുമില്ല. കാരണം ഇയാൾ വഷളായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മളതേ രീതിയിൽ നിന്നല്ലേ ഒക്കത്തു. എന്തുവായാലും നമുക്ക് നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ചേ മതിയാവത്തുള്ളൂ. അപ്പം ബംഗ്ലാദേശിൽ ഈ പറയുന്ന കാര്യങ്ങൾ, ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് താൽക്കാലികമായിട്ട് വന്ന വിദേശകാര്യമന്ത്രി നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഇതാണ്. ഷേഖ് ഹസീനയെ വിട്ടുകൊടുക്കണം. അത് നയതന്ത്രപരമായിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയപരമായ, അതിന് രാജ്യങ്ങൾ തമ്മിൽ നയപരമാണെന്ന് പറഞ്ഞില്ല. അവിടെ ഇപ്പം ഇത് പറയാൻ ജനാധിപത്യ സംവിധാനത്തിലിരിക്കുന്ന ആൾക്കാരൊന്നുമില്ലല്ലോ. ഒരു രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിൽ ഇരുന്ന ഒരു പ്രധാനമന്ത്രിയെ പുറത്താക്കിയിട്ട് അവിടെ കയറി വിപ്ലവം നടത്തിയിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ജനാധിപത്യവും അല്ലെങ്കിൽ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള അധികാരം ഉണ്ടെന്ന് നമുക്ക് പിന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ട്. അപ്പം ആദ്യമേ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ആലോചിക്കാം. രണ്ടാമത്, അഭയാർത്ഥികളെ നമ്മൾ സ്വീകരിക്കണം, മ്യാൻമറിലെ അഭയാർത്ഥികളെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം ഇദ്ദേഹം ബന്ധത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം അവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ ഹിന്ദുക്കൾക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് കുഴപ്പമേ ഉള്ളൂ. ഇപ്പോൾ ഈ കഴിഞ്ഞൊരു ടോക്കിനകത്ത് നമ്മൾ സംസാരിച്ചതുപോലെ അവിടെ ഈ കുറേ പ്രദേശങ്ങൾ ഇപ്പം വെള്ളം ഇന്ത്യ തുറന്നു വിട്ടാണെന്ന് പറയുന്നു. ഇന്ത്യ പറയുന്ന നമുക്കറിയത്തില്ല, ഇവിടെ മഴ പെയ്ത് വെള്ളം കയറി. എന്തുമായാലും വെള്ളം കയറി 7 ജില്ലകൾ പൂർണ്ണമായിട്ടും നശിച്ചു. ആ ജില്ലകൾ കേന്ദ്രീകരിച്ച് പാവം പിടിച്ച ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ അവിടെ വരുന്ന ആൾക്കാരാണ് അവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ളത്. അവരെ കൃത്യമായിട്ട് പീഡിപ്പിച്ച് എന്തെങ്കിലും നാളെ കാലത്തെ ആനുകൂല്യം വേണമെങ്കിൽ അവർ ഹിന്ദുക്കളാവണം, അല്ലെങ്കിൽ സുന്നത്ത് ചെയ്യണം. അവരുടെ ഈ ഇപ്പോൾ അവർ ആചരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മതവിഗ്രഹങ്ങളും മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മതപരിവർത്തനത്തിന് വിധേയമാകാത്തവരെ ചൂഷണം ചെയ്യുകയും പീഡിപ്പിക്കുകയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഉൾപ്പെടെ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് ഇന്ത്യക്കറിയാം, ലോകരാജ്യങ്ങൾക്ക് മൊത്തം അറിയാം. ഇതിനെ അപലപിക്കാതിരിക്കുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുള്ളൂ. കാരണം അമേരിക്ക ഇപ്പോൾ അപലപിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആളിനെ അവിടെ കൊണ്ടുവച്ച് അമേരിക്കയുടെ കയ്യിലാക്കിയാണ് ബംഗ്ലാദേശ് വെച്ചിരിക്കുന്നത്. ഇനി അമേരിക്ക അപലപിക്കേണ്ട ഒരു സമയം വരുവാന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഈ രാജ്യം വിട്ടുപോകുന്നൊരു അവസ്ഥ വരികയും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കൊണ്ടുവച്ചിരിക്കുന്ന ടെററിസ്റ്റുകളെല്ലാം കൂടെ അമേരിക്ക അവിടെ നിന്ന് ചാടിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ അമേരിക്ക പല രാജ്യങ്ങളും നമ്മളത് കണ്ടിട്ടുണ്ട്. അന്നേരം അമേരിക്ക പറയും അവിടെ നടക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്, അവിടെ നടക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്, അവിടെ നടക്കുന്നത് അനുവദിക്കാൻ സാധിക്കത്തില്ല, അതിനകത്ത് ഇടപെട്ടാൽ മതി. അതാണ് ആ രീതിയിൽ അവർക്ക് ബിൻലാദനെ വളർത്തിയത് പോലും അമേരിക്കയാണ്. അവസാനം അവിടെ വിമാനം ഇടിച്ചു കയറ്റി ലോകം ഞെട്ടുന്ന തരത്തിലുള്ള, അതുവരെ ചിന്തിക്കാത്ത തരത്തിലുള്ള ആക്രമണം നടത്തിയ ആളാണ് ബിൻലാദനെ വളർത്തിയത് അമേരിക്ക ബിൻലാദനെ വളർത്തി. ബാക്കിയുള്ള ഈ പറയുന്ന ഇസ്ലാമിക് രാജ്യങ്ങളും അവർക്ക് താല്പര്യമുള്ള ചില പല രാജ്യങ്ങളിലേക്കും വിട്ടുകൊടുത്ത് അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി. അവസാനം ഇത് ബിൻലാദൻ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പിന് മനസ്സിലായി, അവരങ്ങോട്ട് തിരിച്ചു വെച്ചു. അമേരിക്കയ്ക്ക്
ഒരിക്കലും മായ്ച്ചാൽ തീരാത്ത ഒരു കറയല്ലായിരുന്നു വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ തകർച്ചയെന്ന് പറഞ്ഞാൽ. ഒരിക്കലും അവർ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. ഒരു 3 വിമാനങ്ങൾ ഒരേ സമയത്ത് അതിനകത്തുനിന്ന് അമേരിക്കയുടെ സെക്യൂരിറ്റിയും അമേരിക്കയുടെ സൈനിക ശക്തിയൊക്കെ വെല്ലുവിളിച്ചു പോകുന്ന ഒരു കാര്യമല്ല. വളരെ കാലത്തിന് ശേഷമാണല്ലോ അതിനകത്തുനിന്ന് അവർക്ക് മുക്തമാവാൻ പറ്റിയത്. നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, വേറെ ഒരു ഇത്തരത്തിലൊരു ഗ്രൂപ്പിന് അവിടെ അത്രയും വലിയൊരു രാജ്യത്തിന് സൈന്യ ശക്തിയൊക്കെ അതിജീവിച്ച് ഇത്തരത്തിൽ ഒരു കാര്യം നടത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ അമേരിക്ക അന്ന് നാണം കെട്ടുപോയി. കാരണം വേറെ രാജ്യമാണെങ്കിൽ സഹിക്കാം, രാജ്യം പോലും അല്ല. ഒരു ബില്ലാദിനെ പോലുള്ള ഒരു അൽഖ്വയ്ദ പോലുള്ള ഒരു ചെറിയ തീവ്രവാദ അല്ലെ ടെററിസ്റ്റ് ഗ്രൂപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്ത് ഇതിപ്പം ഈ രാജ്യം ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും ഷേഖ് ഹസീനെ പോലെ ഉള്ള ഒരു ജനാധിപത്യവാദിയും അല്ലെങ്കിൽ രാജ്യസ്നേഹിയുമായിട്ടുള്ള ഒരു ഭരണാധികാരി വന്നില്ലെങ്കിൽ ഇത് മതരാജ്യമായിട്ട് പോവുകയും പട്ടിണിയും പരിവട്ടമൊക്കെയാണ്. ഇദ്ദേഹം ഒരു കാര്യം കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഇദ്ദേഹം പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയ അധ്യായം കുറിക്കാൻ ഷേഖ് ഹസീനെ കൈമാറണം. അതുപോലെ തന്നെ ഇന്ത്യയുമായി മികച്ച ബന്ധമാണ് BNP ആഗ്രഹിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പാർട്ടി, ഈ ഖാലിദ് ഹസിയയുടെ പാർട്ടി ആഗ്രഹിക്കുന്നത് ഇന്ത്യയുമായി മികച്ച ബന്ധമാണ്. ഞങ്ങൾ ഇന്ത്യക്ക് എതിരല്ല. പക്ഷേ അവിടെ പൊതുവെ ബംഗ്ലാദേശികൾ, ഹസീനെ ഇന്ത്യ അഭയം കൊടുത്തത് മുതൽ നിങ്ങൾ ബംഗ്ലാദേശിൽ വന്ന് അന്വേഷിച്ച് നോക്കൂ. ബംഗ്ലാദേശികൾ ഒരു വലിയ ശതമാനം ആളുകളും പറയുന്നത് ഹസീനയ്ക്ക് അഭയം കൊടുക്കാൻ പാടില്ലായിരുന്നു, ഇന്ത്യ അത് ചെയ്തത് തെറ്റാണ്, ഇന്ത്യക്കെതിരായിട്ടാണ് ബംഗ്ലാദേശികൾ ഇപ്പോൾ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു ഇന്ത്യ വിരുദ്ധത, അതിപ്പോഴെന്നല്ല നേരത്തെയുള്ള ഇന്ത്യ വിരുദ്ധത എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ ഭരണം പിടിച്ചേക്കുന്ന ചില ആൾക്കാർക്കുള്ളതാണല്ലോ. ഇപ്പം ഈ തുച്ഛമായ ഏതാണ്ട് 17 കോടി ജനം വരുന്ന ബംഗ്ലാദേശിൽ ഭരണം പിടിക്കാൻ വേണ്ടി റോഡിലിറങ്ങിയത് 50,000-ലും അല്ലെങ്കിൽ 1,00,000-ത്തിന് പുറത്ത് ആളുകളും അല്ലെങ്കിൽ ഈ കുറഞ്ഞ ആൾക്കാരായിട്ടുള്ള അൽഖ്വയ്ദ നേതൃത്വം നൽകുന്ന ഒരു ഭരണമാണല്ലോ. അപ്പം ഇതുവരെ ഈ ഭരണത്തിൽ വരാൻ സമ്മതിക്കാത്ത അല്ലെങ്കിൽ 67% 70% വോട്ട് പിടിച്ച ഷേഖ് ഹസീന 3 പ്രാവശ്യമായിട്ട് അവിടെ അധികാരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടിയാണല്ലോ. അവർക്ക് ആ ജനത്തിനകത്ത് പിന്തുണ ഉണ്ടായിരുന്ന ഷേഖ് ഹസീനെ മറികടന്ന് പ്രധാനമന്ത്രിയായിട്ടും ആ രാജ്യം ഭരിക്കുന്നതിനും വേണ്ടിയൊക്കെ സാധിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഷേഖ് ഹസീനയെ മറികടക്കാൻ അവർ കണ്ടെത്തിയ ഉപാധി എന്ന് പറഞ്ഞാൽ ഒരു കലാപമാണ് അല്ലെങ്കിൽ ഒരു അട്ടിമറിയാണ്. ആ അട്ടിമറി ഈ കഴിഞ്ഞതിന് ശേഷവും ഇന്ത്യയിൽ നിൽക്കുന്ന ഷേഖ് ഹസീനെ അവർ ഭയക്കുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ. കാരണം നാളെ കാലത്ത് ഷേഖ് ഹസീന ഇതുപോലെ ഒരു സാഹചര്യം ഉരുത്തിരിച്ച് അവിടെ തിരിച്ചു ചെന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ഒരു രാജ്യം ബംഗ്ലാദേശിൽ അത്തരത്തിലൊരു സാഹചര്യം ഉരുത്തിരിച്ച് കൊടുക്കുമെന്ന് അവർക്കറിയാം. മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യക്ക് ആ രാജ്യത്ത് കടന്നു കയറി അവിടുത്തെ രാഷ്ട്രീയ താല്പര്യങ്ങളോ അല്ലെങ്കിൽ ഷേഖ് ഹസീനയുടെ താല്പര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ നിർത്തി അവിടെ വീണ്ടും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ഷേഖ് ഹസീനെ തിരിച്ചു കൊണ്ടുവരാനൊക്കെയുള്ള കരുത്ത് ഇന്ന് ഇന്ത്യക്കുണ്ട്. അത് ബാക്കിയുള്ള ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയോട് മത്സരിച്ച് വിട്ടുപോയ അതിർത്തി രാജ്യങ്ങളിലൊക്കെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും പിന്നെ ഇന്ത്യയുടെ കൂടെ ചേർന്നതും ഒക്കെ വായിച്ചു നോക്കുമ്പം നേപ്പാൾ ആയാലും കൊള്ളാം, മറ്റേ ശ്രീലങ്ക ആയാലും കൊള്ളാം, ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ ഇപ്പോഴത്തെ നിലപാടും അവർക്ക് സംഭവിച്ചതൊക്കെ നമുക്ക് വായിക്കുമ്പം ബംഗ്ലാദേശികൾക്കും ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്ത്യയോട് മത്സരിച്ച് മുന്നോട്ട് പോയാൽ യാതൊരു കാര്യമില്ല. ഇന്ത്യയുടെ കൂടെ ഷേഖ് ഹസീന നിൽക്കുന്നിടത്തോളം കാലം ഇപ്പം ഭരണത്തിൽ ഇരിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഷേഖ് ഹസീനയുടെ പ്രതിപക്ഷത്തായിട്ട് നിന്നിട്ടുള്ളവർക്കും ഒക്കെ എന്നും ബുദ്ധിമുട്ടാണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിൽ തുടരാനാണ് താല്പര്യം, പക്ഷേ ഷേഖ് ഹസീനെ വിട്ടുതരണം. കാരണം ഷേഖ് ഹസീന പോയാൽ അവിടെ ആ വിഷയമേ മാറിയല്ലോ. പിന്നെ ആജീവനാന്ത അവരുടെ കസ്റ്റഡിയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നതിനും ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കുന്നതിനും എന്ന് വേണമെങ്കിൽ നമുക്കെതിരെ രാജ്യത്തിലെ തീവ്രവാദികളെയും അല്ലെ വിധ്വംസവാദികളെയും ഭീകരവാദികളെയൊക്കെ തുറന്നു വിടുന്നതിനും തിരിച്ചു വെക്കുന്നതിനും ഒക്കെ സാധിക്കുമല്ലോ. അതാണ് നമുക്കുള്ള അതിനകത്തൊരു ബുദ്ധിമുട്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഭയമുണ്ട് ഈ നേതാക്കന്മാർക്ക്. ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവർ ഭയക്കുന്നുണ്ട്. അല്ലേ, ഭയക്കുന്നുണ്ടെന്ന് പറയാം. എത്ര പട്ടാളമുണ്ട് ജോണി ബംഗ്ലാദേശിൽ? എത്ര ലക്ഷം പട്ടാളമുണ്ട്? ഇന്ത്യയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ത്യ നമ്മുടെ അതിർത്തിയിലാണെങ്കിൽ കാവൽ നിൽക്കുന്ന പട്ടാളം മൊത്തത്തിൽ അവർക്കില്ല. ഏതാണ്ട് 1,00,000-ൽ താഴെ പട്ടാളം പോലും ഉള്ളൂ. നമ്മുടെ ആ ബോർഡറിൽ നിൽക്കുന്ന തന്നെ CRPF തന്നെ ഏതാണ്ട് 70,000 ഉണ്ട്. അത്രയും പട്ടാളക്കാരില്ല അവർക്ക്. രാജ്യത്ത് എന്തോ സൈന്യ ശക്തിയുണ്ട്. നമ്മളോട് അങ്ങനെ മത്സരിക്കാനൊക്കെ നമ്മൾ എന്ത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ പറ്റി കണ്ടേക്കുന്നത് എന്തോ? അമേരിക്കയ്ക്ക് പോലും നമ്മുടെ GDP അവരുടെ GDP തമ്മിൽ അവരുടെ സ്റ്റേറ്റിൻ്റെ GDP പോലും നമുക്കില്ല. എന്നൊക്കെ പോലും ഭയമാണ്. കാരണം ഇത് അത്തരത്തിലുള്ളൊരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. കാരണം ഇതെന്ത് ഉണ്ട്, എവിടെ എന്തൊക്കെ ഇരിപ്പുണ്ടെന്ന് അവർക്കറിയത്തില്ല. നമ്മുടെ GDP ലെവലും അല്ലെങ്കിൽ നമ്മുടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയുള്ളൂ, വളർന്നുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ അത്രയും സമ്പന്നമല്ലെങ്കിലും. അപ്പോൾ പല കാര്യത്തിലും അമേരിക്കയ്ക്ക് ഇന്ത്യയോട് മത്സരിക്കേണ്ട ഗതിയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്ത് അത്തരത്തിലുണ്ട്. ആ രാജ്യം, ചൈന ഉറ്റു നോക്കുന്ന രാജ്യം,
കീഴിലല്ലല്ലോ, പരസ്പരം മത്സരിച്ചാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു ചെറിയ രാജ്യമൊക്കെ നമ്മുടെ വെല്ലുവിളിക്കുന്നത്, നമ്മളെ കീഴ്പ്പെട്ട് പോകുന്നതാണ് നല്ലത്. നമ്മളെ എതിർത്ത് നിന്നാൽ അവർക്കൊന്നും ദോഷമാണ് പറയുന്നത് മനസ്സിലായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. താല്പര്യം ഉണ്ടായിട്ട് പറയുവാണോന്ന് അറിയത്തില്ല, നമ്മൾ അത്രയും ബലവത്തായത് കൊണ്ട് പറയുന്നത്, അല്ല വേറെ കാര്യമൊന്നുമില്ല.